അപ്പൊ ഇന്നൊരു ജേണൽ ചെയ്താലോ? നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ജേണലായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് മറന്നു പോവും. അപ്പൊ പിന്നെ അത് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. അപ്പോഴേ ഈ പ്രാവശ്യത്തെ ജേണലിൽ ഒരു പൂവ് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പൂവിന്റെ ഷേപ്പൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അതൊരു 2 ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഐഡിയ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലൊരു ട്രാൻസ്പെറന്റ് ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ബ്രഷ് പെൻ വെച്ചൊന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അതൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഡബിൾ ഷെയ്ഡിൽ ഒരു 4 ഫ്ലവർ ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ടിഷ്യൂ പേപ്പർ വളരെ തിന്നാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് പറിച്ചെടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് കീറി പോകാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് ചെയ്ത ഈ ഫ്ലവർ പേസ്റ്റൽ കളറിൽ ചെയ്തത് കൊണ്ട് അത് കറക്റ്റ് ആയിട്ടങ്ങ് വന്നില്ല. അപ്പൊ ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ട് ഒന്നുകൂടി അത് ടച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ഫ്ലവറുകൾ നല്ലപോലെ ഉണങ്ങിയ ശേഷമാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഭംഗിയായിട്ടോ. നമ്മുടെ 4 ഫ്ലവറുകൾ ഒട്ടിച്ചു കഴിഞ്ഞു. നല്ല കോമ്പിനേഷൻ കളർ നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ ഇതുപോലത്തെ നീളത്തിലുള്ള സ്ട്രിപ്പുകൾ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ കിട്ടും. അത് ഓരോന്നോരോന്നായിട്ട് ആ ഫ്ലവറിന്റെ മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ മേക്കപ്പ് സെറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാനല്ല, ജേണൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പിങ്ക് കളർ ഐഷാഡോ എടുത്തിട്ട് നല്ല അടിച്ച് മിന്നിച്ച് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കി ഭാഗത്ത് കുറച്ച് സ്റ്റിക്കറുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അവിടെ ഇവിടെയായിട്ട് എന്തോ ബ്ലാങ്ക്നെസ് ഒക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നില്ലേ, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. പിങ്ക് കളർ സ്റ്റിക്കറുകൾ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ ഫ്ലവേഴ്സ് ഇല്ലേ, അതവിടെ ഒരു മാച്ച് ഇല്ല. അപ്പൊ ഞാനത് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ ഇത്രയും മതി. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇനി ഓവർ ആവും. ഇപ്പൊ തന്നെ ഒരു അല്പം ഓവർ ആയോ? ഇല്ലല്ലേ? അപ്പൊ എന്റെ മനസ്സിൽ വന്ന ചിത്രം നേരെ ജേണൽ ബുക്കിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം കേട്ടോ, മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.